നമുക്ക് നമ്മുടെ മെസ്സിയെ വരവേൽക്കണ്ടേ? കലൂർ ഒരുങ്ങുകയാണ്, നമ്മൾ ഒരുങ്ങുകയാണ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും ലോക ജേതാക്കളായ അർജന്റൈൻ സംഘവും നവംബറിൽ കേരളത്തിലെത്തുകയാണ്. കളി കൊച്ചിയിൽ നടത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞത് നമ്മൾ കേട്ടുകഴിഞ്ഞു. ഫിഫ സ്റ്റാൻഡേർഡിലുള്ള സ്റ്റേഡിയം ഒരുക്കാനായിട്ടുള്ള പണികൾ തിങ്കളാഴ്ച മുതൽ കൊച്ചിയിൽ നടക്കും. 50,000 പേരെ വരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന സ്റ്റേഡിയമായിരിക്കും. താമസിക്കാനും യാത്രയ്ക്കുമൊക്കെയുള്ള സൗകര്യം അതാണ് കൊച്ചി കേന്ദ്രീകരിച്ച് മത്സരം നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത്. വിവരങ്ങളുമായി ജയേഷ് പൂക്കോട്ടൂരും ഷാബാസ് അഹമ്മദും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ജയേഷിലേക്ക്. ഗുഡ് ഈവനിംഗ് ജയേഷ് പൂക്കോട്ടൂർ. മിശിഹ വരുമ്പോൾ മിശിഹയെ കാത്തിരിക്കുന്നത് കൊച്ചിയാണ്. നമ്മുടെ തൊട്ടടുത്ത് കലൂർ സ്റ്റേഡിയം ഇതാ തയ്യാറെടുക്കാൻ പോകുന്നുവെന്ന് മന്ത്രി പറയുകയാണ്. ഒരുക്കങ്ങൾ എങ്ങനെ? ഗുഡ് ഈവനിംഗ് സുജയ. ടീം അംഗങ്ങൾക്കും ഒപ്പം തന്നെ മത്സരം കാണാനായി കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് രാജ്യത്തിൽ നിന്നും പല ഭാഗത്തു നിന്നും അടക്കമുള്ള എത്തുന്ന ആരാധകർക്കും വേണ്ടിയിട്ട് തന്നെയാണ് കൊച്ചിയിലേക്ക് മത്സരം ഇപ്പോൾ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പ്രഥമ പരിഗണനയായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, കലൂർ 96-ലാണ് കലൂർ രാജേന്ദ്രൻ നെഹ്റു സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നീട് 97-ൽ നടന്ന ഇന്ത്യ ഇറാഖ് മത്സരത്തിൽ അവിടെ 1,00,000-ലേറെ കാണികൾ എത്തിയിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ നമുക്കുണ്ട്. കഴിഞ്ഞ ഒരുപാട് വർഷമായി 2014 മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ്. നിരന്തരം മത്സരം നടക്കുന്ന സ്റ്റേഡിയമാണ്. ടർഫിൻ്റെ കാര്യത്തിൽ, പുല്ലിൻ്റെ കാര്യത്തിലൊക്കെയാണ്. ഇനി സ്റ്റേഡിയത്തിലെ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് അല്പമെങ്കിലും ബാക്കിയുള്ളത്. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു തീർത്തുകൊണ്ട് നവംബർ 2-ാം വാരത്തിലാണ് ഇപ്പോൾ അർജന്റീനയുടെ മത്സരം നിശ്ചയിച്ചിട്ടുള്ളത്. എതിരാളികളെ തീരുമാനിച്ചിട്ടുള്ള സൗദി അറേബ്യ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആയിരിക്കും മിക്കവാറും എതിരാളികളായിട്ടെത്തുക. എന്തായാലും ആ ഒരു നവംബർ പകുതിയാകുമ്പോഴേക്ക് മത്സരത്തിനായി സ്റ്റേഡിയം സജ്ജമാക്കാനുള്ള കഠിന ശ്രമത്തിൽ തന്നെയാണ് ജിസിഡിയുടെ ഒരുക്കങ്ങൾ. കെ ചന്ദ്രൻപിള്ളയ്ക്ക് കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരുക്കങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. ജയേഷ്, ഷാബാസ് നമുക്കൊപ്പം. ഷാബാസ്, അറബിക്കടലിന്റെ റാണിയെ കാണാൻ ഇതാ മിശിഹ വരികയാണ്. സ്റ്റേഡിയം ഒരുക്കണം, എല്ലാ തയ്യാറെടുപ്പുകളും വളരെ പെട്ടെന്ന് വേണം. ഇനി കറക്റ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസം തികച്ചില്ല നമ്മുടെ കയ്യിൽ. കൊച്ചിയിൽ ജിസിഡിയുടെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ? സുജിയ, മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞത് മുതൽ കേരളക്കരെ ആകെ സ്വീകരിക്കാനുള്ള വലിയൊരു ആവേശത്തിൽ തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്താണ് കളിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊച്ചിക്കാർക്കൊക്കെ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് മെസ്സി വരിക എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ഏറ്റവും പെട്ടെന്ന് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നാണ് GCDA അറിയിക്കുന്നത്. തിങ്കളാഴ്ച തന്നെ പണികൾ, മന്ത്രി പറഞ്ഞതുപോലെ തിങ്കളാഴ്ച തന്നെ ഇതിൻ്റെ പണികളൊക്കെ തുടങ്ങും. ഫിഫ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഏറ്റവും ഭംഗിയായി എത്രയും പെട്ടെന്ന് പണികൾ തീർത്തുകൊണ്ട് ഈ സ്റ്റേഡിയം മെസ്സിയെയും സംഘത്തെയും വരവേൽക്കാൻ തയ്യാറാകുമെന്നാണ് GCDA ഇപ്പോൾ അറിയിക്കുന്നത്. ഇതിൻ്റെ സുരക്ഷാ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും. ഇതിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേഗം തന്നെ ഈ പണികൾ തീർക്കും. 1,00,000 കാണികൾ വരെ എത്തിയിട്ടുള്ള സ്റ്റേഡിയമാണ്. ഒരുപാട് മത്സരങ്ങൾക്ക്, രാജ്യാന്തര മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ള സ്റ്റേഡിയമാണ്. പല കളിക്കാരുടെയും മാസ്മരിക പ്രകടനങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടതാണ്. ഇനി ഈ ലോകകപ്പ് ജേതാക്കളായ അർജന്റീന സംഘവും മെസ്സി ഉൾപ്പെടുന്ന സംഘം ഇവിടേക്ക് എത്തുമ്പോൾ മെസ്സിയുടെ കാൽപാദം, ഈ ബൂട്ടണിഞ്ഞ കാൽപാദം ഈ സ്റ്റേഡിയത്തിൽ സ്പർശിക്കുമ്പോൾ ഇവിടുത്തെ പുൽത്തകിടിൽ വരെ വലിയ ആവേശത്തിലാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ മെസ്സിയെ സ്വീകരിക്കാൻ ഈ സ്റ്റേഡിയത്തിൽ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള ചേട്ടന്മാരുണ്ട്. ചേട്ടാ, മെസ്സി അപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്, കൊച്ചിയിലേക്ക് വരുന്നത്? കൊച്ചിയിൽ വരുമ്പോൾ വളരെ സ്വാഗതം ചെയ്യണം മെസ്സിനെ. ഞങ്ങൾ മെസ്സിയുടെ ആധാരമാണ്. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഫുട്ബോൾ പ്ലെയറായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന മെസ്സി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലുള്ളവർ എല്ലാവരും ആവേശത്തിലായിരിക്കും. ഈ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കൊച്ചിയിൽ വന്നിട്ട് ഒരു വേൾഡ് താരം വന്ന് കൊച്ചിയിൽ കേരളത്തിൽ കളിക്കുമ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര ആവേശത്തിലായിരിക്കുമെന്ന് പറയുകയാണ്. സുജയ, അതാണ് ഈ നിൽക്കുന്ന ഈ റോഡൊക്കെ മെസ്സി വരുന്ന സമയത്ത് വലിയ ജനസാഗരം തന്നെ മാറും. ഈ സ്റ്റേഡിയത്തിന്റെ പണികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം തന്നെ ഇതിന്റെ ഈ പെയിന്റ് വർക്കുകളൊക്കെ തീർത്തിരുന്നു. ഈ സ്റ്റേഡിയം പുറമേയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ തീർത്തിരുന്നു. ഇനി ഫിഫ മാർഗനിർദ്ദേശം അനുസരിച്ച് ഈ സ്റ്റേഡിയത്തിന്റെ നിലവാരം ഉയർത്തുക എന്ന ചെറിയ കുറച്ച് പണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകും. ഈ മെസ്സിയെയും സംഘത്തെയും ഈ കൊച്ചിയിലേക്ക് വരവേൽക്കാൻ ഉടനെ തന്നെ തയ്യാറാകുമെന്നാണ് GCDA അടക്കം അറിയിക്കുന്നത്. എന്നാലും വലിയ ആവശ്യത്തിൽ തന്നെയാണ് സുജ കൊച്ചിയുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുക്കങ്ങൾ നടക്കട്ടെ. കൊച്ചിയിലേക്ക് മെസ്സി വരുമ്പോൾ, നമ്മുടെ തൊട്ടടുത്ത് കൺമുന്നിൽ മെസ്സി എത്തുമ്പോൾ 50,000 പേർക്ക് ഇരുന്ന് മത്സരം കാണാം. അതല്ലാതെ മറ്റ് ഇവന്റുകൾ ഉണ്ടാകും. അങ്ങനെ കാത്തിരിക്കുന്ന ആ ദിവസത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നമ്മുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിയാണ് സ്പോൺസേഴ്സ്. അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ആൻഡ്രൂ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇനിയുള്ള ഓരോ ദിവസവും നമ്മൾ എണ്ണി കാത്തിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ വീട്ടുമുറ്റത്ത് എത്താൻ പോവുകയാണ് ഫുട്ബോളിൻ്റെ മിശിഹ.